Hi everyone, this is GB Sebastian. Welcome to GB's classes. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ സെക്കൻഡ് ചാപ്റ്റർ ദി ന്യൂ കിങ്സ് ആൻഡ് കിങ്ഡംസ്. അതിൻ്റെ 6ാമത്തെ പാർട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ എ ക്ലോസർ ലുക്ക് ദ ചോലാസ്. ഈ ചോലാസിൻ്റെ ഒരു 2 ടോപ്പിക്ക് നമ്മൾ ഇതിനു മുമ്പുള്ള പാർട്ട് 5th പാർട്ടിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള 2 സബ് ഹെഡിങ്സാണ് നമ്മൾ ഈ പാർട്ടിൽ പാർട്ട് 6ൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കാം ഈ ചാപ്റ്ററിനെ കുറിച്ച്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? ഫസ്റ്റ് പാർട്ടിൽ എമർജൻസ് ഓഫ് ന്യൂ ഡൈനാസ്റ്റീസ് ഡിസ്കസ് ചെയ്തു. പിന്നെ രണ്ടാമത്തെ പാർട്ടിൽ അഡ്മിനിസ്ട്രേഷൻ ഇൻ ദ കിങ്ഡംസ് അത് ഡിസ്കസ് ചെയ്തു. പിന്നെ 3ാമത്തെ പാർട്ടിൽ പ്രശസ്തീസ് ആൻഡ് ലാൻഡ് ഗ്രാൻഡ്സ് ഡിസ്കസ് ചെയ്തു. പിന്നെ വാർഫെയർ ആൻഡ് വെൽത്ത് 4ാമത്തെ പാർട്ടിൽ ഡിസ്കസ് ചെയ്തു. 5ാമത്തെ പാർട്ടിൽ എ ക്ലോസർ ലുക്ക് ദ ചോലാസ്, അതിൻ്റെ ഫസ്റ്റ് 2 പാർട്ടുകൾ ഡിസ്കസ് ചെയ്തു, 2 പാരഗ്രാഫുകൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ പിന്നീടുള്ള 2 പാരഗ്രാഫുകൾ 2 സബ് ഹെഡിങ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ പാർട്ടിലാണ്, പാർട്ട് 6. ഇതിൻ്റെ ലാസ്റ്റ് പാർട്ടാണ്. അപ്പോൾ എ ക്ലോസർ ലുക്ക് ദ ചോലാസ്. അപ്പോൾ ഇതിൽ നമ്മൾ ഇതിനു മുമ്പുള്ള പാർട്ടിൽ ഡിസ്കസ് ചെയ്തതാണ് ഫ്രം ഉറയൂർ ടു തഞ്ചാവൂർ. ആ ഒരു സബ് ഹെഡിങ് നമ്മൾ ഡിസ്കസ് ചെയ്തു. സ്പ്ലെൻഡിഡ് ടെമ്പിൾസ് ആൻഡ് ബ്രോൺസ് സ്കൾപ്ചർ, അതിനെക്കുറിച്ച് നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ കാണാത്തവർ അതെല്ലാം ഈ മുമ്പുള്ള പാർട്ടുകളെല്ലാം ആദ്യം കാണുക, എന്നാലേ ഇത് നന്നായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ചോലാസിൻ്റെ അഗ്രികൾച്ചർ ആൻഡ് ഇറിഗേഷനെ കുറിച്ചും പിന്നെ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി എംപയർ, അവരുടെ എംപയറിൻ്റെ സാമ്രാജ്യത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായിരുന്നു അതിനെക്കുറിച്ചുമാണ് ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അഗ്രികൾച്ചർ ആൻഡ് ഇറിഗേഷൻ. അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ കൃഷി, ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ വെള്ളം, ജലസേചനം. അപ്പോൾ മെനി ഓഫ് ദ അച്ചീവ്മെൻറ്റ്സ് ഓഫ് ദ ചോലാസ് വെർ മെയ്ഡ് പോസിബിൾ ത്രൂ ന്യൂ ഡെവലപ്മെൻറ്റ്സ് ഇൻ അഗ്രികൾച്ചർ. അപ്പോൾ ഈ ചോലാസിൻ്റെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ അവരുടെ അച്ചീവ്മെൻറ്റ് ഒക്കെ നടന്നത് അവർ അഗ്രികൾച്ചറിലുള്ള ഡെവലപ്മെൻറ്റും ഉണ്ടായിരുന്നു. കൃഷി അവർ ഒരുപാട് വ്യാപിപ്പിച്ചു, ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് അതിലുണ്ടായി. അപ്പോഴാണ് അവരുടെ ഡൈനാസ്റ്റിയും കുറേ അച്ചീവ്മെൻറ്റ്സ്, കുറേ വലുതാവാൻ അവർക്ക് പറ്റിയത്, വളരാൻ പറ്റിയത്. ലുക്ക് അറ്റ് ദ മാപ്പ് ടു അഗെയിൻ. നോട്ടീസ് ദാറ്റ് ദ റിവർ കാവേരി ബ്രാഞ്ചസ് ഓഫ് ഇൻ ടു several small channels before emptying into the Bay of Bengal. കാവേരി നദി ഇപ്പോൾ ഇന്ത്യയുടെ ലാസ്റ്റ് പാർട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ പാർട്ടിൽ ഇവിടെ ഒരു നദിയുണ്ട്, കാവേരി. അത് തഞ്ചാവൂരിൻ്റെ അവിടെ ബ്രാഞ്ച് ചെയ്ത് ഇതാണ് ബേ ഓഫ് ബംഗാൾ ഉൾക്കടൽ. അപ്പോൾ ഈ കാവേരി നദി വന്ന് ഈ ബംഗാൾ ഉൾക്കടലിലോട്ട് ചേരുമ്പോഴേക്കും അതിനു മുമ്പ് തന്നെ കുറേ ചെറിയ ബ്രാഞ്ചസ് ആയിട്ട് അത് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആ ബ്രാഞ്ചസ് ആയി ഡിവൈഡ് ചെയ്യുന്ന ഇതിനെയാണ് പറയുന്നത് ഡെൽറ്റ. ഇവിടെ ഒരു ട്രയാങ്കിൾ പോലെയുള്ള ഒരു ഫോർമേഷൻ ഉണ്ടാവും ഈ റിവർ ബ്രാഞ്ചസ് വന്നിട്ട്, അതിന് ഡെൽറ്റ എന്ന് പറയും. ആ ഡെൽറ്റ the small channels before emptying into the Bay of Bengal. Bay of Bengal വെള്ളം എത്തിക്കുന്നതിന് മുമ്പ് കാവേരി റിവർ ചെറിയ ചാനലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ദീസ് ചാനൽസ് ഓവർഫ്ലോ ഫ്രീക്വൻ്റ്ലി. ഈ ചാനൽസ് ഇടയ്ക്കിടയ്ക്ക് ഓവർഫ്ലോ ആവാറുണ്ട്. ഒരുപാട് വെള്ളം അതിൽ കൂടെ വരാറുണ്ട്, അങ്ങനെ ഓവർഫ്ലോ ആവാറുണ്ട്. ഡെപ്പോസിറ്റിംഗ് ദ ഫെർട്ടൈൽ സോയിൽ ഓൺ ദ ബാങ്ക്സ്. അപ്പോൾ അങ്ങനെ ഓവർഫ്ലോ ആയി വരുമ്പോൾ അതിൻ്റെ കൂടെ കുറേ മണ്ണും ഇതെല്ലാം വളക്കൂറുള്ള മണ്ണൊക്കെ അത് ഒഴുകിക്കൊണ്ടുവരും. പറഞ്ഞാൽ ആ വളക്കൂറുള്ള ഫെർട്ടൈലായിട്ടുള്ള സോയിൽ അതിൻ്റെ 2 കരയിലും അടിഞ്ഞുകൂടും, 2 സൈഡിലും അടിഞ്ഞുകൂടും. വാട്ടർ ഫ്രം ദ ചാനൽസ് ഓൾസോ പ്രൊവൈഡ് നെസസറി മോയ്സ്ചർ ഫോർ അഗ്രികൾച്ചർ. അപ്പോൾ ഈ ചാനലിൽ കൂടെ ഈ പുഴകളുടെ പുഴകളിലൂടെ വരുന്ന വെള്ളം അവിടെയുള്ള ലാൻഡിനെല്ലാം, അവിടെയുള്ള ഭൂമിക്ക് നല്ല മോയ്സ്ചറും കൊടുക്കുന്നുണ്ട്. മോയ്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈർപ്പം. ആ ഈർപ്പം ഉള്ളതുകൊണ്ട് അത് അഗ്രികൾച്ചറിന്, കൃഷിക്ക് വളരെ നല്ലതുമാണ്. പർട്ടിക്കുലർലി കൾട്ടിവേഷൻ ഓഫ് റൈസിൻ്റെ കൾട്ടിവേഷൻ, നെല്ല് കൃഷി ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. എന്താ പറഞ്ഞാൽ നെല്ലിന് ഒരുപാട് വെള്ളം വേണം.
അപ്പോൾ ഓൾദോ അഗ്രികൾച്ചർ ഹാഡ് ഡെവലപ്ഡ് ഏർലിയർ ഇൻ അതർ പാർട്സ് ഓഫ് തമിഴ്നാടിൻ്റെ ആ പാർട്ടാണ് അതെല്ലാം ഞാൻ കാണിച്ചത്. കാവേരി വന്ന് ഡിവൈഡ് ചെയ്ത് ചെറിയ ചെറിയ ചാനലായിട്ട് ചെറിയ ചെറിയ ബ്രാഞ്ചസ് ആയിട്ട് ബേ ഓഫ് ബംഗാളിൽ പോയി ചേരുന്നത് അത് തമിഴ്നാട്ടിലാണ്. അപ്പോൾ ഓൾദോ അഗ്രികൾച്ചർ ഹാഡ് ഡെവലപ്ഡ് ഏർലിയർ ഇൻ അതർ പാർട്സ് ഓഫ് തമിഴ്നാടിൻ്റെ ബാക്കിയുള്ള പാർട്ടിലും അഗ്രികൾച്ചർ മുമ്പ് തന്നെ ഡെവലപ്പ് ആയിട്ടുണ്ട്. ഇറ്റ് വാസ് ഓൺലി ഫ്രം ദ 5th and the 6th century that this area was opened up for large scale cultivation. ഈ ഏരിയയിൽ ലാർജ് സ്കെയിലിൽ വളരെ വലിയ രീതിയിൽ കൾട്ടിവേഷൻ തുടങ്ങിയത് 5ാമത്തെയും 6ാമത്തെയും സെഞ്ചുറിയിലെ ആ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഫോറസ്റ്റ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ദ ഫോറസ്റ്റ് ഹാഡ് ടു ബി ക്ലിയർഡ് ഇൻ സം റീജൻ. ചില റീജൻസിൽ ചില ഏരിയകളിൽ ഫോറസ്റ്റ് ആയിരുന്നു, മൊത്തം കാടായിരുന്നു. ആ കാടെല്ലാം വെട്ടിത്തെളിക്കണമായിരുന്നു. ലാൻഡ് ഹാഡ് ടു ബി ലെവൽഡ് ഇൻ അതർ ഏരിയാസ്. മറ്റ് ചില ഏരിയയിൽ ലാൻഡ് ഈ ഭൂമി നിരപ്പായിട്ടുള്ളതായിരുന്നില്ല. അപ്പോൾ അതിനെല്ലാം ലെവൽ ചെയ്യണമായിരുന്നു. ആൻഡ് ഇൻ ദ ഡെൽറ്റ റീജിയൻ embankments had to be built to prevent flooding and canals had to be constructed. അപ്പോൾ ഈ ഡെൽറ്റ റീജിയനിൽ വലിയ വലിയ കുഴികൾ, വലിയ വലിയ കുളങ്ങൾ, തടാകങ്ങളൊക്കെ ഉണ്ടാക്കണമായിരുന്നു. എന്താ പറഞ്ഞാൽ ഫ്ലഡ് വരരുത് അധികം. ഫ്ലഡ് വന്നു കഴിഞ്ഞാൽ ഈ കൃഷിയെല്ലാം അത് ഫ്ലഡിൽ വന്നിട്ട് ഇതായി പോകും. അപ്പോൾ ഫ്ലഡിൻ്റെ വെള്ളം കളക്ട് ചെയ്യാനും ഫ്ലഡ് ഈ കൃഷി സ്ഥലത്തോട്ട് കയറാതിരിക്കാനും വെള്ളം കയറി കൃഷി നശിക്കാതിരിക്കാനും ഒക്കെ എംബാങ്ക്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ വലിയ വലിയ കുഴികൾ, വലിയ വലിയ തടാകങ്ങൾ അല്ലെങ്കിൽ വലിയ വലിയ നമ്മുടെ കുളങ്ങൾ ഉണ്ടാക്കണമായിരുന്നു. അതെല്ലാം ഉണ്ടാക്കി. ആൻഡ് കനാൽസ് ഹാഡ് ടു ബി കൺസ്ട്രക്റ്റഡ്. വെള്ളം കൃഷി സ്ഥലത്തിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് കനാലുകൾ ചെറിയ ചെറിയ കനാലുകൾ ഉണ്ടാക്കണമായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഈ സമയങ്ങളിൽ ഉണ്ടാക്കി. അതായത് ഫോറസ്റ്റ് വെട്ടിത്തെളിച്ചു, കാട് വെട്ടിത്തെളിച്ചു, പിന്നെ ലാൻഡെല്ലാം സമതലമാക്കി നിരപ്പാക്കി, പിന്നെ എംബാങ്ക്മെൻറ്റ്സ് ഉണ്ടാക്കി, പിന്നെ അതുപോലെ തന്നെ കനാലുണ്ടാക്കി. ആൻഡ് കനാൽസ് ക്യാരി വാട്ടർ ടു ദ ഫീൽഡ്. അതായത് അഗ്രികൾച്ചർ ഫീൽഡ് വരെ ഈ പാടങ്ങളിലോട്ട് കനാല് വഴി വെള്ളം എത്തിച്ചു. ഇൻ മെനി ഏരിയാസ് 2 crops were grown in an year. അതായത് ഒരുവിധമുള്ള ഏരിയയിലെല്ലാം വർഷത്തിൽ 2 പ്രാവശ്യം വിളയെടുക്കുമായിരുന്നു. 2 crop, 2 വിള എടുക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ വെള്ളം കനാല് വഴി കൃഷി സ്ഥലത്തോട്ട് വെള്ളം എത്തിക്കും. മഴക്കാലത്താണെങ്കിൽ മഴ പെയ്യുന്നതിൻ്റെ വെള്ളമുണ്ട്, അല്ലാത്ത സമയത്ത് ഈ കനാലുകൾ വഴി അതിന് വെള്ളം കിട്ടും. അപ്പോൾ വർഷത്തിൽ 2 വിള എടുക്കുമായിരുന്നു ഒരുവിധം എല്ലാ സ്ഥലത്തും. അതുകൊണ്ട് അഗ്രികൾച്ചർ നല്ല ഡെവലപ്പായി. അതുകൊണ്ട് അവർ ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ഈ അഗ്രികൾച്ചർ ഡെവലപ്പായതുകൊണ്ട് അവർക്ക് നേടാൻ പറ്റി. ഇൻ മെനി കേസസ് ഇറ്റ് വാസ് നെസസറി ടു വാട്ടർ ക്രോപ്സ് ആർട്ടിഫിഷ്യലി. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ചില കേസസിൽ ഈ ക്രോപ്സിന് ഈ വിളകൾക്ക് ആർട്ടിഫിഷ്യലായിട്ട് വെള്ളം എത്തിക്കണമായിരുന്നു. എ വെറൈറ്റി ഓഫ് മെത്തേഡ്സ് വെർ യൂസ്ഡ് ഫോർ ഇറിഗേഷൻ. അപ്പോൾ ആർട്ടിഫിഷ്യലായിട്ട് വെള്ളം വിളകളിൽ എത്തിക്കുക, പാടങ്ങളിൽ എത്തിക്കുക, അതിനെയാണ് പറയുന്നത് ഇറിഗേഷൻ അല്ലെങ്കിൽ ജലസേചനം എന്ന് പറയുന്നത്. അപ്പോൾ വെറൈറ്റി ഓഫ് മെത്തേഡ്സ് അതിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. ഇൻ സം ഏരിയാസ് വെൽസ് വെർ ഡഗ്. വെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിണറുകൾ, വലിയ വലിയ കിണറുകൾ കുഴിച്ചു, അതിൽ നിന്ന് വെള്ളം വിളകൾക്ക് എത്തിച്ചു. ഇൻ അതർ പ്ലേസസ് ഹ്യൂജ് ടാങ്ക്സ് വർ കൺസ്ട്രക്റ്റഡ്. വലിയ വലിയ ടാങ്ക്, വലിയ വലിയ കുഴികൾ, കുളങ്ങൾ, ടാങ്കുകൾ, അതിൽ വെള്ളം ശേഖരിച്ചു, റെയിൻ വാട്ടർ ശേഖരിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ വെള്ളം തുറന്നുവിട്ട് കൃഷികൾക്ക് ആ വെള്ളം അവിടെ എത്തിക്കുമായിരുന്നു. അപ്പോൾ കിണറുകൾ, ടാങ്കുകൾ, പിന്നെ റിമെമ്പർ ദാറ്റ് ഇറിഗേഷൻ വർക്ക്സ് റിക്വയർ പ്ലാനിങ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഇറിഗേഷൻ നന്നായിട്ട് ജലസേചനം ശരിയായിട്ട് നടത്തണമെങ്കിൽ അതിനുള്ള പ്രോപ്പറായിട്ട് പ്ലാനിങ് വേണം. അല്ലാണ്ട് തോന്നിയ പോലെ വെള്ളം തുറന്നു വിട്ട് തോന്നിയ പോലെ വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ളപ്പോൾ വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ അതിനുവേണ്ടി ഇറ്റ് റിക്വയർ പ്ലാനിങ്. ഓർഗനൈസിങ് ദ ലേബർ അതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാർ, അതിന് വേണ്ടിയിട്ടുള്ള തൊഴിലാളികൾ വേണമായിരുന്നു, റിസോഴ്സസ് വേണമായിരുന്നു, അതിന് വേണ്ടിയുള്ള പണം വേണമായിരുന്നു. മെയിൻറ്റെയിനിങ് ദീസ് വർക്ക്സ് ആൻഡ് ഡിസൈഡിങ് ഓൺ ഹൗ വാട്ടർ ടു ബി ഷെയർഡ്. അപ്പോൾ ഇതെല്ലാം ഈ വർക്കുകളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യണം, റെഗുലേറ്റ് ചെയ്യണം, കൺട്രോൾ ചെയ്യണം, ഓർഗനൈസ് ചെയ്യണം. അതുപോലെ തന്നെ എപ്പോഴാണ് വാട്ടർ ആരുമൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണം, ആർക്ക് കൊടുക്കണം, ആർക്ക് കൊടുക്കണ്ട,
അങ്ങനെയുള്ള എല്ലാം മാനേജ് ചെയ്യണമായിരുന്നു. അപ്പോൾ അതിനെല്ലാം ഒരു പ്രോപ്പർ പ്ലാനിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. Most of the new rulers as well as the people living in the villages took an active interest in these activities. അപ്പോൾ എല്ലാ റൂളേഴ്സും മാറി മാറി വന്ന പുതിയ റൂളേഴ്സ്, രാജാക്കന്മാരും അതുപോലെ തന്നെ അവിടുത്തെ ആ വില്ലേജുകളിലെ ആൾക്കാരും ഇതിൽ ഈ ഇറിഗേഷനിൽ ഭയങ്കരമായി ശ്രദ്ധിച്ചു. ടുക്ക് ആൻ ആക്റ്റീവ് ഇൻട്രസ്റ്റ് ഇൻ ഓൾ ദീസ് ആക്ടിവിറ്റീസ്. ഈ എല്ലാ ആക്ടിവിറ്റീസിലും, ഈ ഇറിഗേഷൻ്റെ ആക്ടിവിറ്റീസിലെല്ലാം അവരെല്ലാം നല്ല ഒരു ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്തു. പിന്നെ ഒരു ടാങ്കാണ്. 9th സെഞ്ച്വറിയിൽ ഒരു ഗേറ്റ്, സ്ലൂസ് ഗേറ്റ് ഇൻ തമിഴ്നാടു regulated the outflow of water from a tank into the channels that irrigated the fields. ചാനൽസിലോട്ട് വെള്ളം പോകുന്നത്, ടാങ്കിൽ നിന്ന് വലിയൊരു സംഭരണിയാണ് ടാങ്ക്, അതിൽ നിന്ന് വെള്ളം ചാനൽസിലോട്ട് അല്ലെങ്കിൽ റിവറിലോട്ട് വിടുന്നത്, അത് തടയാനും അത് റെഗുലേറ്റ് ചെയ്യാനുമുള്ള ഗേറ്റുകളാണ് ഈ സ്ലൂസ് ഗേറ്റ് എന്ന് പറയുന്നത്. ഇതിൽ ഈ ഫോട്ടോയിൽ കാണുന്നത് അങ്ങനെ ഒരു ഗേറ്റാണ്. അപ്പോൾ ഇറ്റ് റെഗുലേറ്റഡ് ദ ഔട്ട്ഫ്ലോ ഓഫ് വാട്ടർ, അതായത് ടാങ്കിൽ നിന്ന് പുറത്തോട്ട് വരുന്ന വെള്ളത്തെ റെഗുലേറ്റ് ചെയ്യാനുള്ള, അതിനെ നിയന്ത്രിക്കാനുള്ള ഗേറ്റുകളാണ് ഈ സ്ലൂസ് ഗേറ്റ്. അപ്പോൾ എ സ്ലൂസ് ഗേറ്റ് ഈസ് ട്രഡീഷണലി എ വുഡ് ഓർ മെറ്റൽ ബാരിയർ. ഒരു വുഡ് കൊണ്ടുണ്ടാക്കിയ ബാരിയറോ മരം കൊണ്ടുണ്ടാക്കിയ ബാരിയറോ അല്ലെങ്കിൽ മെറ്റൽ കൊണ്ട് എന്തെങ്കിലും മെയിനായിട്ട് നമ്മുടെ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു ബാരിയർ ആയിരിക്കാം. which is commonly used to control water levels and water flow rates in the rivers and canals. അപ്പോൾ വാട്ടർ ലെവൽ കൺട്രോൾ ചെയ്യാനും, കൂടിക്കഴിഞ്ഞാൽ തുറന്നു വിടാനും, കുറയുകയാണെങ്കിൽ അത് താത്താനും, അതായത് വെള്ളത്തിൻ്റെ ഒഴുക്ക് പുറത്തോട്ട് ഒഴുകുന്നത് കുറയ്ക്കാനും, അതുപോലെ തന്നെ റിവറിലും കനാലിലൊക്കെ വെള്ളത്തിൻ്റെ ഫ്ലോ റേറ്റ് കൺട്രോൾ ചെയ്യാനൊക്കെ ഈ സ്ലൂസ് ഗേറ്റുകൾ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ അതായിരുന്നു നമ്മുടെ ഇറിഗേഷൻ, അഗ്രികൾച്ചറും ഇറിഗേഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി എംപയറിനെ എങ്ങനെ അവർ ഭരിച്ചു, അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായിരുന്നു അവരുടെ, ഹൗ വാസ് ദ അഡ്മിനിസ്ട്രേഷൻ ഓർഗനൈസ്ഡ്, എങ്ങനെയായിരുന്നു ഈ ഭരണം അവർ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സെറ്റിൽമെൻറ്റ്സ് ഓഫ് പെസൻസ് ഈ അഗ്രികൾച്ചർ ഒക്കുപ്പേഷനായിട്ടുള്ള ആൾക്കാർ, കൃഷിക്കാരുടെ ഒരു സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ അവർ താമസിക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ ഗ്രൂപ്പ് ഓഫ് അഗ്രികൾച്ചറൽ ലേബേഴ്സ് താമസിക്കുന്ന സ്ഥലം. അപ്പോൾ അതിനെയാണ് നോൺ ആസ് ഊർ എന്ന് വിളിക്കുകയായിരുന്നു. അപ്പോൾ അവർ താമസിക്കുന്ന സ്ഥലമാണ് ഊർ. became prosperous with the spread of irrigation agriculture. ഇറിഗേഷനിൽ ജലസേചനമൊക്കെ തുടങ്ങിയപ്പോൾ അഗ്രികൾച്ചറിലെല്ലാം അവർക്ക് രണ്ട് ക്രോപ്പൊക്കെ വിളയിക്കാൻ പറ്റി, നല്ല ഉൽപ്പാദനം കിട്ടി തുടങ്ങി. അപ്പോൾ അവരും പ്രോസ്പെറസ് ആയി, റിച്ചായി, അവരും ധനികന്മാരായി, നല്ല സമ്പന്നരായി. ഗ്രൂപ്പ്സ് ഓഫ് സച്ച് വില്ലേജസ് ഫോംഡ് ലാർജർ യൂണിറ്റ്സ്. അപ്പോൾ അങ്ങനെയുള്ള പല ഊരുകൾ കൂടിയിട്ട്, അങ്ങനെ പല വില്ലേജുകൾ കൂടിയിട്ട് ഒരു വലിയ യൂണിറ്റ്, അതിനെ പറയുന്നത് നാട്, NADU, നാട്. അപ്പോൾ പല വില്ലേജുകൾ കൂടിയിട്ട്, പല ഊരുകൾ കൂടി ഒരു നാടായി. അപ്പോൾ ദ വില്ലേജ് കൗൺസിൽ, ആ വില്ലേജിലുള്ള കൗൺസിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, കമ്മിറ്റിയും അതുപോലെ തന്നെ നാട് performed several administrative functions including dispensing justice and collecting taxes. ഈ നാടും അതുപോലെ തന്നെ വില്ലേജിലുള്ള കൗൺസിലും വില്ലേജിലുള്ള കമ്മിറ്റിയും അവർ ഈ അവിടെയുള്ള കുറേ അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് അല്ലെങ്കിൽ ഭരണപരമായ കാര്യങ്ങൾ അവരായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. വില്ലേജ് കൗൺസിലും നാടും, ഇൻക്ലൂഡിങ് ഡിസ്പെൻസിങ് ജസ്റ്റിസ്, ന്യായം കൊടുക്കാനും. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരെടുത്ത് വന്നു, അവർ ആ പ്രശ്നം കേട്ട് പഠിച്ച് അതിൽ ഇപ്പോൾ നമ്മുടെ കോടതിയൊക്കെ ചെയ്യും പോലെ ന്യായം ആരുടെ പക്ഷത്താണോ അവർക്ക് ന്യായം കൊടുക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഡിസ്പെൻസിങ് ജസ്റ്റിസ് ആൻഡ് കളക്ടിങ് ടാക്സ് കളക്ട് ചെയ്യലും ന്യായം വിധിക്കലും ഒക്കെ ഇവരുടെ ജോലികളായിരുന്നു. Rich peasants of the Velala caste exercised considerable control over the affairs of the Nadu under the supervision of the central Chola government. അപ്പോൾ ഈ നാട് എന്ന് പറയുന്നത് അവരെ കൺട്രോൾ ചെയ്യാനായിട്ട് റിച്ച് ആയിട്ടുള്ള, അതായത് സമ്പന്നരായ ഈ കൃഷിക്കാർ, വെല്ലാല കാസ്റ്റിലുള്ള ഈ സമ്പന്നരായ കൃഷിക്കാർ, അവർ ഈ നാടിൻ്റെ അവരുടെ ഈ ആക്ടിവിറ്റീസെ കൺട്രോൾ ചെയ്യായിരുന്നു.
അപ്പോൾ ഇവരെ ആരുടെ സൂപ്പർവിഷനിലായിരുന്നു? ചോള ഗവൺമെൻറ്റിൻ്റെ സൂപ്പർവിഷനിലായിരുന്നു ഈ റിച്ച് പെസൻസ് ഓഫ് വെല്ലല കാസ്റ്റ്. ഈ വെല്ലല കാസ്റ്റ് എന്ത് ചെയ്യുമായിരുന്നു? വെല്ലല കാസ്റ്റ് ഈ നാടിനെ കൺട്രോൾ ചെയ്യുമായിരുന്നു. അപ്പോൾ ഏറ്റവും മുകളിൽ ചോള ഗവൺമെൻറ്റിൻ്റെ താഴെ ഈ റിച്ച് പെസൻസ് വെല്ലല കാസ്റ്റിലെ ഈ ആൾക്കാർ, ഇവരുടെ താഴെയായിരുന്നു നാട്. അപ്പോൾ ഈ ചോള ഗവൺമെൻറ് ഇപ്പോൾ ഈ റിച്ച് പെസൻസ് ഓഫ് വെല്ലല കാസ്റ്റിനെ ഇവരെ കൺട്രോൾ ചെയ്യും, ഇവർ ഈ നാടിനെ കൺട്രോൾ ചെയ്യുന്നു. The Chola kings gave some rich landowners titles like Muvendavelan, a Velan or a peasant serving 3 kings, Arayar, chief, etc., as markers of respect and entrusted them with important offices of the state at the center. അപ്പോൾ ഇങ്ങനെയാണ് അവരുടെ അഡ്മിനിസ്ട്രേഷൻ. ഏറ്റവും മുകളിൽ ചോള ഗവൺമെൻറ്, അവരുടെ താഴെ റിച്ച് പെസൻസ് ഉണ്ടായിരുന്നു, അവിടുത്തെ റിച്ച് ആയിട്ടുള്ള കൃഷിക്കാർ, അവരുടെ താഴെയാണ് ഈ നാട്. അപ്പോൾ ഇങ്ങനെയായിരുന്നു അവരുടെ അഡ്മിനിസ്ട്രേഷൻ. അതുപോലെ തന്നെ ഈ ചോള കിങ്സ് ഈ റിച്ച് ലാൻഡ് ഓണേഴ്സ്, അതായത് സമ്പന്നരായ ഈ ജന്മിമാർ അല്ലെങ്കിൽ ലാൻഡ് ഓണേഴ്സ് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഓണേഴ്സ്, അവർക്ക് റിച്ച് ആയിട്ടുള്ള അങ്ങനെയുള്ള ആൾക്കാർക്ക് വലിയ വലിയ ടൈറ്റിൽസ് കൊടുക്കുമായിരുന്നു. ടൈറ്റിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര്. അവരെ വിളിക്കുക മുവേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കിങ്സ്, 3 രാജാക്കന്മാരുടെ പെസൻറ്റ്, അവരെ സെർവ് ചെയ്യുന്ന പെസൻറ്റ്, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അയാൾ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ അയാൾ വലിയൊരു റെസ്പെക്റ്റിന് ഉടമയാണ്, വളരെ ആദരിക്കപ്പെടേണ്ട ആളാണ്. അതുകൊണ്ടാണ് അങ്ങനെ അവർ ആദരിക്കപ്പെടണം എന്നുദ്ദേശിച്ചുകൊണ്ടാണ് ഈ രാജാക്കന്മാർ, ചോള രാജാക്കന്മാർ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വലിയ വലിയ ടൈറ്റിൽസ്, വലിയ വലിയ പേരുകൾ കൊടുത്തത്. അല്ലെങ്കിൽ വേലൻ ഓർ എ പെസൻറ്റ് സെർവിങ് 3 കിങ്സ്, അതാണ് ഈ മൂവേൻ്റെ വേലൻ എന്നുള്ളതിൻ്റെ അർത്ഥം. പിന്നെ അരയാർ എന്ന് പറഞ്ഞാൽ ചീഫ്, തലവൻ എന്നാണ് അർത്ഥം. അങ്ങനെ ഓരോ വലിയ വലിയ ടൈറ്റിൽസ് ഇവർക്ക് കൊടുക്കുമായിരുന്നു ഈ റിച്ച് ലാൻഡ് ഓണേഴ്സ്. എന്നാലല്ലേ അവർ പറയണത് അവർ താഴെയുള്ളവർ കേൾക്കുള്ളൂ. അപ്പോൾ ആസ് മാർക്കേഴ്സ് ഓഫ് റെസ്പെക്റ്റിൻ്റെ, അതായത് അവർ ആദരിക്കപ്പെടേണ്ടവരാണ്, റെസ്പെക്റ്റ് ചെയ്യപ്പെടേണ്ടവരാണ്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഇത് കൊടുക്കുന്നത്, ഈ ടൈറ്റിൽസ് കൊടുക്കുന്നത്. എൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ കൊടുത്തു, വിത്ത് ഇമ്പോർട്ടൻ്റ് ഓഫീസസ് ഓഫ് ദ സ്റ്റേറ്റ് അറ്റ് ദ സെൻറ്റർ. അപ്പോൾ അവർക്ക് അങ്ങനെ വലിയ അധികാരങ്ങൾ കൊടുത്തു എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ടൈപ്സ് ഓഫ് ലാൻഡ്, പല ടൈപ്പിലുള്ള ലാൻഡുകൾ അവർ ഇൻസ്ക്രിപ്ഷൻസിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചോള ഇൻസ്ക്രിപ്ഷൻസ് മെൻഷൻഡ് സെവറൽ കാറ്റഗറീസ് ഓഫ് ലാൻഡിൻ്റെ പല കാറ്റഗറീസിനെ കുറിച്ചും അവരുടെ എഴുതി വച്ചിരിക്കുന്നു. അതായത് വെല്ലവാങ്കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് ഓഫ് നോൺ ബ്രാഹ്മണ പെസൻറ്റ് പ്രൊപ്രൈറ്റേഴ്സ്, അതായത് ബ്രാഹ്മണന്മാരല്ലാത്ത അതായത് കൃഷിക്കാരുടെ ലാൻഡ്, അതാണ് വെല്ലവാങ്കൈ വെല്ലൻവാങ്കൈ VELLAN വെല്ലൻവാങ്കൈ. ഇതെല്ലാം തമിഴിലെ ടേംസാണ്, അതുകൊണ്ട് പ്രൊനൗൺസിയേഷനിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ കാണുമായിരിക്കും. അപ്പോൾ അത് കാര്യമാക്കണ്ട. വെല്ലൻവാങ്കൈ VELLAN വെല്ലൻവാങ്കൈ. അപ്പോൾ പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ബ്രഹ്മദേയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് ഗിഫ്റ്റഡ് ടു ബ്രാഹ്മണാസ്, ബ്രാഹ്മണന്മാർക്ക് കൊടുത്ത ലാൻഡിനെയാണ്, അവർക്ക് കൊടുത്ത ഭൂമിയാണ് ബ്രഹ്മദേയ. ശാലഭോഗ എന്ന് പറഞ്ഞാൽ ലാൻഡ് ഫോർ ദ മെയിൻ്റനൻസ് ഓഫ് എ സ്കൂൾ, ഒരു സ്കൂൾ നടത്താനായിട്ട്, പള്ളിക്കൂടങ്ങൾ നടത്താനും സ്കൂൾ വിദ്യാലയങ്ങൾ നടത്താനായിട്ട് വേണ്ട ലാൻഡ്, അതിൻ്റെ മെയിൻ്റനൻസിന് വേണ്ട ലാൻഡ്, അതിൽ നിന്നുള്ള കൃഷി ചെയ്തിട്ട് അതിൽ നിന്നുള്ള പണം കൊണ്ടാണ് ആ സ്കൂൾ നടത്തുന്നത്, അതിനെയാണ് ശാലഭോഗ. ആ ലാൻഡിനെ എന്ന് പറയുന്നത് ശാലഭോഗ. ദേവദാന അല്ലെങ്കിൽ തിരുനാമറ്റുക്കനി അല്ലെങ്കിൽ ദേവദാന, അതായിരിക്കും എളുപ്പം. ദേവദാന ലാൻഡ് ഗിഫ്റ്റഡ് ടു ടെമ്പിൾസ്, അതായത് അമ്പലങ്ങൾക്ക് കൊടുത്ത ലാൻഡ്, അതാണ് ദേവദാന.
ദേവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് ദാനം കൊടുത്തത്, ലാൻഡ് ഗിഫ്റ്റഡ് ടു ടെമ്പിൾസ്. പിന്നെ പള്ളിച്ചന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് ഡൊണേറ്റഡ് ടു ജൈന ഇൻസ്റ്റിറ്റ്യൂഷൻ, ജൈന മതക്കാരുടെ ഇൻസ്റ്റിറ്റ്യൂഷന് കൊടുത്ത അങ്ങനെയുള്ള ലാൻഡാണ് പള്ളിച്ചന്തം. അപ്പോൾ ഇങ്ങനെ പല ടൈപ്പ് ഓഫ് ലാൻഡ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പറയാൻ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് അതിന് മുമ്പ് തന്നെ ഈ ടൈപ്സ് ഓഫ് ലാൻഡ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വി ഹാവ് സീൻ ദാറ്റ് ബ്രാഹ്മണാസ് ഓഫൻ റിസീവ്ഡ് ലാൻഡ് ഗ്രാൻഡ്സ്. ബ്രാഹ്മണന്മാർക്ക് ലാൻഡ് ഗ്രാൻഡ് കിട്ടുന്നുണ്ട്. അവർ ഈ രാജാവിനെ കൊടുത്ത് നല്ല നല്ല കാര്യങ്ങളൊക്കെ എഴുതി കഴിയുമ്പോൾ പ്രശസ്തി പഠിച്ചു നമ്മൾ നേരത്തെ. അപ്പോൾ അതൊക്കെ എഴുതി കഴിയുമ്പോൾ ഈ രാജാക്കന്മാർ ഈ ബ്രാഹ്മണന്മാർക്ക് ലാൻഡ് കൊടുക്കും, ഫ്രീ ആയിട്ട് ഡൊണേറ്റ് ചെയ്യും. അപ്പോൾ അതിനെയാണ് പറയുന്നത് ലാൻഡ് ഗ്രാൻഡ്സ്, അല്ലെങ്കിൽ അതിന് ബ്രഹ്മദേയ എന്ന് പറയും. ലാൻഡ് ഡൊണേറ്റഡ് ടു ബ്രാഹ്മണന്മാർ, അതാണ് ബ്രഹ്മദേയ. ആസ് എ റിസൾട്ട് എ ലാർജ് നമ്പർ ഓഫ് ബ്രാഹ്മണ സെറ്റിൽമെൻറ്റ് എമേർജ്ഡ് ഇൻ ദ കാവേരി വാലി. കാവേരി വാലിയിൽ, കാവേരി നദീൻ്റെ കരകളിൽ ബ്രാഹ്മണന്മാർക്ക് ഒരുപാട് ലാൻഡ് കിട്ടി. അപ്പോൾ അങ്ങനെ അവർ ബ്രാഹ്മണന്മാരുടെ കുറേ സെറ്റിൽമെൻറ്റ്, അവരുടെ കുറേ വീടുകളും ഒക്കെ ആ കാവേരി വാലിയിൽ വന്നു. ആസ് ഇൻ അതർ പാർട്സ് ഓഫ് സൗത്ത് ഇന്ത്യയിലെ അതർ പാർട്സിലുള്ള പോലെ തന്നെ കാവേരി വാലിയിലും അങ്ങനെ ബ്രാഹ്മണന്മാരുടെ കുറേ സെറ്റിൽമെൻറ്റ്സ് വന്നു, കുറേ വീടുകൾ വന്നു. ഈച്ച് ഓരോ ബ്രഹ്മദേയ വലിയ ഒരുപാട് ലാൻഡ് ഉണ്ടാവും, ഒരുപാട് സ്ഥലം കൊടുത്തിട്ടുണ്ടാവും രാജാവ്. വാസ് ലുക്ക്ഡ് ആഫ്റ്റർ ബൈ എൻ അസംബ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ്. അപ്പോൾ ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് ഓർ സഭ എന്ന് പറയും, അല്ലെങ്കിൽ അസംബ്ലി, അല്ലെങ്കിൽ സഭ എന്നാണ് പറയുന്നത്. അതിന് സഭ ഓഫ് പ്രോമിനൻറ്റ് ബ്രാഹ്മണ ലാൻഡ് ഹോൾഡേഴ്സ്. പ്രോമിനൻ്റ് ആയിട്ടുള്ള മെയിനായിട്ടുള്ള ബ്രാഹ്മണന്മാരിലെ ലാൻഡ് ഹോൾഡേഴ്സ് ഒക്കെ, അതായത് ജന്മികൾ, അവരുടെ ഒരു ഗ്രൂപ്പാണ് അതിനെ അസംബ്ലി അല്ലെങ്കിൽ സഭ എന്നാണ് പറയുന്നത്. ദീസ് അസംബ്ലീസ് വർക്ക്ഡ് വെരി എഫിഷ്യൻ്റ്ലി. വളരെ നന്നായിട്ട് അവർ ജോലി ചെയ്യുന്നു. ദെയർ ഡിസിഷൻസ് റെക്കോർഡഡ് ഇൻ ഡീറ്റെയിൽ ഇൻ ഇൻസ്ക്രിപ്ഷൻസിൽ കല്ലുകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവരുടെ ഡിസിഷൻസിനെ കുറിച്ചും അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എല്ലാം അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഓഫൻ ഇൻ ദ സ്റ്റോൺ വാൾസ് ഓഫ് ദ ടെമ്പിൾസ് അമ്പലങ്ങളുടെ സ്റ്റോൺ വാൾ, കല്ലുകൊണ്ടുള്ള ഭിത്തികളിലാണ് മെയിനായിട്ട് അങ്ങനെയുള്ള അവരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എല്ലാം എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ അസോസിയേഷൻസ് ഓഫ് ട്രേഡേഴ്സ് ഓൾസോ നോൺ ആസ് നഗരംസ്. ട്രേഡേഴ്സിൻ്റെ അസോസിയേഷനും ഉണ്ട്, അതിനെ നഗരം എന്ന് പറയുന്നു. ഓൾസോ ഒക്കേഷണലി പെർഫോംഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് ഇൻ ദ ടൗണിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് ചിലപ്പോഴൊക്കെ അവരുടെ ടൗണിലെ ഭരണങ്ങൾ നടത്തിയത് ഈ നഗരം എന്ന് പറയുന്ന അസോസിയേഷൻ ഓഫ് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞാൽ കച്ചവടക്കാരുടെ അസോസിയേഷൻ ഗ്രൂപ്പ്, അവരാണ് നഗരം. അവരാണ് അവിടെ ടൗൺ ഏരിയയിൽ അഡ്മിനിസ്ട്രേഷൻ നടത്തിയത്, അതായത് ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നു, അവിടുത്തെ കാര്യങ്ങൾ നോക്കി നടത്തിയത്. അപ്പോൾ ദെൻ ഇൻസ്ക്രിപ്ഷൻസ് ഫ്രം ഉത്തരമേരൂർ ഇൻ ചിങ്കൽപുട്ട് ഡിസ്ട്രിക്ട്, തമിഴ്നാട്, പ്രൊവൈഡ് ഡീറ്റെയിൽസ് ഓഫ് ദ വേ ഇൻ വിച്ച് സഭ വാസ് ഓർഗനൈസ്ഡ്. അപ്പോൾ നമ്മൾ സഭയെക്കുറിച്ച് പറഞ്ഞു, ഗ്രൂപ്പ് ഓഫ് പ്രോമിനൻ്റ് ബ്രാഹ്മണ ലാൻഡ് ലോർഡ്സ്. അപ്പോൾ അത് അവരെയാണ് സഭ എന്ന് പറയുന്നത്. ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, ഒരു നമ്പർ ഓഫ് പീപ്പിൾ ഉണ്ടാവും. അപ്പോൾ ഉത്തരമേരൂർ എന്ന ചിങ്കൽപേട്ട് ഡിസ്ട്രിക്റ്റിലെ, തമിഴ്നാട്ടിലെ ചിങ്കൽപുട്ട് ഡിസ്ട്രിക്റ്റിലെ ഉത്തരമേരൂർ എന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ഇൻസ്ക്രിപ്ഷൻസ് കിട്ടി, എഴുതി വെച്ച കല്ലുകളിൽ എഴുതി വെച്ച ഇത് കിട്ടി. അപ്പോൾ അതിൽ ദേ പ്രൊവൈഡ് ഡീറ്റെയിൽസ് ഓഫ് ദ വേ ഇൻ വിച്ച് സഭ വാസ് ഓർഗനൈസ്. എങ്ങനെയായിരുന്നു ഈ സഭകൾ ഓർഗനൈസ് ചെയ്ത് വരുന്നിരുന്നത്, അവരെങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്തിരുന്നത്, അതിലത്തെ മെമ്പേഴ്സിനെ എങ്ങനെ സെലക്ട് ചെയ്തിരുന്നത്, അതിനെക്കുറിച്ചൊക്കെ. The Sabha had a separate committee to look after irrigation work, garden, temples, etc. ഇറിഗേഷൻ വർക്ക് നോക്കാൻ ഒരു വേറെ കമ്മിറ്റി, ഗാർഡനുകളെ നോക്കാൻ വേറെ കമ്മിറ്റി, അതുപോലെ തന്നെ ടെമ്പിൾസിനെ നോക്കാൻ, ടെമ്പിളെ മെയിൻറ്റെയിൻ ചെയ്യാൻ, അഡ്മിനിസ്ട്രേഷൻ നോക്കാൻ, ടെമ്പിളിൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേറെ കമ്മിറ്റി. അങ്ങനെ സഭയിൽ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള സെപ്പറേറ്റ് കമ്മിറ്റികളുണ്ടായിരുന്നു. അപ്പോൾ ആ കമ്മിറ്റികളൊക്കെ എങ്ങനെയാണ് സെലക്ട് ചെയ്തതെന്നാണ് പറയുന്നത്. The names of those eligible to be members of these committee were written on small tickets of palm leaf. ഈ പനയുടെ ഇലയിൽ, ചെറിയ ഇലകളിൽ ആരൊക്കെയാണോ ആ കമ്മിറ്റിയിലെ മെമ്പർ ആവാൻ എലിജിബിൾ ആയിട്ടുള്ളത് അവരുടെ പേരെഴുതും.
അവർ പേര് എഴുതിയിട്ട് ദീസ് ടിക്കറ്റ്സ് വെർ പുട്ട് ഇൻ ടു ആൻ എർതൻ വെയർ പോട്ട്, ഒരു മൺകലത്തിൻ്റെ ഉള്ളിലിടും. ആൻഡ് ഫ്രം വിച്ച് എ യങ് ബോയ് വാസ് ആസ്ക്ഡ് ടു ടേക്ക് ഔട്ട് ദ ടിക്കറ്റ്സ്. ഒരു യങ് ബോയ്, ഒരു ചെറിയ ആൺകുട്ടിയോട് അതിൽ നിന്ന് ടിക്കറ്റ്സ് ഓരോന്നോരോന്ന് എടുക്കാൻ പറയും. 1 by 1 ഫോർ ഈച്ച് കമ്മിറ്റി. ഓരോ കമ്മിറ്റിക്കും ഓരോരുത്തരെ എടുക്കും അവർ. ആ കുട്ടി എടുക്കും. അപ്പോൾ അങ്ങനെയാണ് അവർ സെലക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ആ സഭ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മൾ ഈ ചോളാസിൻ്റെ അഗ്രികൾച്ചറും ഇറിഗേഷനെ കുറിച്ച് നമ്മൾ ആദ്യം പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞ് അഡ്മിനിസ്ട്രേഷൻ പഠിച്ചു. അവരുടെ എംപയർ എങ്ങനെയായിരുന്നു അഡ്മിനിസ്ട്രേഷൻ നടത്തിയത്, ഭരണം നടത്തിയത്. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.